നന്നായിരുന്നു. ഫീൽ ഗുഡ് മൂവിയാണ്. ആക്ച്വലി റിയലി അമേസിങ് വർക്ക്. ലാഗില്ല, എതുമില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും ഈ സമയത്തിൽ അങ്ങനെ வர மூவி எல்லாமே ஹிட் ஆகி கொண்டிருக்கையான. ஸோ அப்படி ஒரு ஃப்ரெண்ட்ஷிப்குள்ளே இருக்கிற பாண்டு அதை பற்றின ஒரு டீட்டெயில் இதில் கொடுத்துருக்காங்க. ஸோ ആക്ച്വലി ഐം ഫ്രം തമിഴ്നാടു. ബട്ട് ഇവിടെ വന്നിട്ട് ഈ മൂവിയിൽ ഒരു ചെറിയൊരു ചെയ്തിട്ടുണ്ട് ഞാൻ. ஸோ അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ஆடியன்ஸோடு கனெக்ட் செய்யும்போது இது எமோஷனலாயிட்டும் ஃபன்ஃபுல்லாயிட்டும் நிறைய மூமெண்ட் உண்டு. எப்படி நீங்கள் ட்ரைலர்லாம் காணும்போது ஒரு ஃபீல் உண்டாയി எல்லாருக்கும் உண்டாயிருக்கும். பிரணவ் மோகன்லால் ஆக்சுவலி ஈஸ் என்ன சொல் மேன் ஆஃப் த மூவி. ஆக்சுவலி ഈ സ്റ്റോൾ എല്ലാവരുടെ ഹാർട്ടേയും സ്റ്റോൾ ചെയ്തു. സോ അമേസിങ് മൂവി. എല്ലാവരും തിയേറ്റർക്ക് വന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. എനിക്കും എൻ്റെ മോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. അച്ഛൻ്റെ മക്കളും ഞങ്ങൾ മോശമല്ലാന്ന് കാണിച്ചവരെല്ലാം ഒന്നിനോടൊന്നും വെച്ച് നന്നായിട്ട് അഭിനയിച്ചു. ഇനി ഇങ്ങനെയുള്ള സിനിമകൾ കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു അടിപിടി ഒന്നുമില്ല, സ്റ്റണ്ട് വൈരാഗ്യം ഒന്നുമില്ല. നല്ല സിനിമ. എല്ലാവരും ഒത്തും ഇങ്ങനെ വേണം സിനിമകൾ. മറ്റേതൊക്കെ അടിപിടി അതൊന്നുമില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ മോനും എനിക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട്. ഇനി ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെ അതെ, കറക്റ്റ്. അതുപോലെ അച്ഛനെ പോലെയൊക്കെ നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്. വിനീതിൻ്റെ ശ്രീനിവാസിൻ്റെ മക്കളും അത് എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. നിവിൻ പോളി നന്നായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. പാട്ടുകളൊക്കെ സൂപ്പറായിരുന്നു. പാട്ടുകളൊക്കെ നേരെ വ്യത്യസ്ത ഇതിലുള്ള പാട്ടുകളായിരുന്നു എല്ലാം. പണ്ടത്തെ നല്ല ട്യൂണായിട്ട് എനിക്കും എൻ്റെ മോന് ഇഷ്ടപ്പെട്ടു. പാട്ടും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാം ഒത്തും എല്ലാം ചേർന്നുള്ള സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അയാൾ വയസ്സായനായിട്ട് നന്നായിട്ട് അഭിനയിച്ചു. നമ്മുടെ പ്രണവ് അങ്ങനെയല്ലേ, പ്രായമായിട്ട് അഭിനയിച്ചു. എല്ലാം നന്നായി, എല്ലാവരും നന്നായി. വിനീതിന് മാത്രം ലാസ്റ്റ് ഒരു ഡ്രൈവറായിട്ട് റോൾ, അത്രേ ഉള്ളൂ. അങ്ങനെയായിട്ട് തോന്നിയില്ല. ഇതിലും ക്ലൈമാക്സ് കരയുന്ന ഒരുപാട് സീനുണ്ട്. അത് നമുക്ക് എനിക്കൊന്നും തോന്നിയില്ല. പ്രാർത്ഥിച്ച് ദൈവമേ ക്ലൈമാക്സ് സൂപ്പറാകണേന്ന്. അതുപോലെ സൂപ്പർ എൻഡിങ്. നല്ല ട്രാജഡി അല്ലാതെ നല്ല ലെവലും ഹിറ്റായിട്ട്. ഉണ്ടാവും. ഇനി ഇങ്ങനെയുള്ള പടങ്ങൾ വരണം. സൂപ്പർ മൂവിയാണ്. നല്ല എന്നതാ അച്ഛന്മാരുടെ മക്കളെല്ലാം ഭയങ്കര അഭിനയമാണ്. നല്ലൊരു പ്രണവിൻ്റെ അഭിനയം നമുക്ക് എടുത്തു പറയണ്ട. അതുപോലെ തന്നെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പണ്ടത്തെ ധ്യാസും വിജയനും എല്ലാം നമുക്കിപ്പോൾ പുനർജനിച്ച പോലെയാണ് തോന്നുന്നത്. അത്രയ്ക്ക് നല്ല സിനിമയാണ്. ഇമോഷനാണേലും കോമഡി ആണേലും നല്ല വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ തിരക്കഥ സൂപ്പർ, ഒന്നും പറയണ്ട. ധ്യാൻ്റെ വേറിട്ട ഒരു സിനിമ എന്ന് തന്നെ പറയാം. മറ്റുള്ള സിനിമകളിൽ വെച്ച് ധ്യാൻ്റെ അഭിനയം ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. ധ്യാനാണേലും നിവിൻ പോളി തകർത്തു. പഴയ ഒരു എനർജി തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഈ സിനിമയിൽ. എല്ലാവരുടെയും എല്ലാം ഇത്രയും ഒരു ഫ്രെയിമിനകത്ത്, ഇത്രയും ഒരു സിനിമയ്ക്കകത്ത് ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നത് തന്നെ ഭയങ്കര വിനീത് ശ്രീനിവാസൻ്റെ നല്ലൊരു കഴിവ് തന്നെയാണ്. ലാലേട്ടനെ തിരിച്ചു കിട്ടിയ പോലെ ഉണ്ട്. 90s ആ ലുക്കും എല്ലാം. അതെ, സൂപ്പർ അഭിനയം. പ്രണവാണെങ്കിലും ഇമോഷൻസ് രംഗത്തിനൊക്കെ നമ്മൾ മോഹൻലാലിൻ്റെ ആ ഒരു മുഖം തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. കുടുംബ പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം ഇമോഷനുണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ കാണണം. വിഷു അടിച്ചു തെറിപ്പിക്കും. സൂപ്പർ മൂവി, ഒന്നും പറയാനില്ല. ഹൃദയം കഴിഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ്റെ മറ്റൊരു ഹിറ്റ് വരുന്നതെന്ന് പറയാം. പിന്നെ പ്രണവ് മോഹൻലാലും പിന്നെ ധ്യാൻ ശ്രീനിവാസനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ നമ്മളുടെ കോമ്പറ്റീഷൻ സീൻസൊക്കെ അടിപൊളിയാണ്. നമ്മൾ പല 70s തൊട്ടുള്ള ഈ ഒരു കാലഘട്ടം വരെയുള്ള സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പല പഴയ മൂവികളും പഴയ ആക്ടേഴ്സും ഡയറക്ടേഴ്സിനൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ ശരിക്കും പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവാണ്. നിവിൻ പോളി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് ഹ്യൂമർ ഉള്ളത്. അടിപൊളി. ധ്യാൻ ഇത്രയും ഇമോഷൻസൊക്കെ അഭിനയിക്കും. നമുക്ക് ഈ ഒരു സിനിമയിൽ കണ്ടപ്പോഴാണ് ഇത്രയും ഇമോഷൻസൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി. ഇത്രയും നാൾ അഭിനയിച്ചാൽ ഏറ്റവും സൂപ്പർ ആയിട്ടുണ്ട് ധ്യാൻ്റെ. ഉണ്ട്. പ്രണവ് സാറിൻ്റെ. കാരണം പ്രണവ് മോഹൻലാൽ ഇങ്ങനെ ചില
സീൻസൊക്കെ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ശരിക്കും ലാലേട്ടനാണോ, ലാലേട്ടൻ്റെ പോലെ തോന്നുന്നു. പഴയ മൂവിയിലെ കുറേ സീൻസ് അങ്ങനെയൊക്കെ തോന്നുന്നു. ശരിക്കും ലാലേട്ടൻ്റെ മാനസങ്ങളെല്ലാം വന്നു പോകുന്നുണ്ട് പ്രണവിന്. സൂപ്പർ. കല്യാണി പ്രിയദർശൻ്റെ അഭിനയം കുഴപ്പമില്ല. കുറച്ച് സീൻസേ ഉള്ളൂ, പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സെറ്റിലായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സൂപ്പർ. അടിപൊളിയാണോ? അടിപൊളി. എങ്ങനെയാണ് ചേട്ടാ മൂവി? എങ്ങനെയുണ്ട്? അടിപൊളിയായി. പ്രണവിൻ്റെ നമ്മൾ ഇന്നുവരെ കാണാത്തൊരു ക്യാരക്ടർ. അതെ അതെ. ഇത് ഞാൻ ഇമോഷൻ സീനുകളിൽ എന്തെങ്കിലും രണ്ടുപേരും ചേട്ടാ അടിപൊളി. ലിവിംഗ് തിരിച്ചുവരവാണ് കേട്ടോ. അടിപൊളി. ലാലേട്ടൻ്റെ ഒരു സ്വാഗ് കാണാൻ പറ്റുമോ? എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്കും ഒരു ചെറിയ വേഷം ചെയ്യാൻ പറ്റി പാട്ട് സീനിൽ, അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട്. അതെല്ലാവരും മൂവി ആണ്. പ്രണവിൻ്റെ ഈ ഒരു ലുക്കാണ് എല്ലാവരും പറയുന്നത്. പ്രണവിനെ പല സ്ഥലത്തും നമുക്ക് ലാലേട്ടൻ്റെ ഒരു ഓർമ്മ കിട്ടിയ ലാലേട്ടൻ്റെ ഒരു ടച്ച് വന്നിട്ടുണ്ട് അതിനകത്ത്. നല്ല രസമായിട്ട് ലിവിൻ പോളിയാണ് പടം വന്നു കഴിഞ്ഞപ്പോൾ വേറെ ലെവലിലേക്ക് വൈബ്. ശരിക്കും ഒരു കമ്പാക്ക് തന്നെ ആള് പറയുന്നത് തന്നെ അതിനകത്ത് മറ്റൊരു ബ്രില്യൻസ് കൂടിയാണ് മൂവി. തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയമില്ല. വിനീതേട്ടൻ്റെ പടങ്ങൾ എപ്പോഴും ഒരു നമുക്കൊരു ഫീൽ ഗുഡ്, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ വന്നേക്കണ ഹിറ്റ് പടങ്ങളുടെ ഒപ്പം ഇതും നല്ലൊരു ഏതാ ആർക്ക് ഉണ്ട് 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 ഉണ്ട്. മൊത്തത്തിൽ ആ കോംബോയൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ